നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വർഷത്തെ ഏഷ്യ കപ്പിലെ ഏറ്റവും തീപാറും പോരാട്ടമായിരിക്കും ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം. ഞായറാഴ്ചയാണ് ഇന്ത്യയുടെ കളിയെങ്കിലും മലയാളി ബാറ്റ്സ്മാൻ സഞ്ജു സാംസണെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡർ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ ചർച്ചാവിഷയം. പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞ ടീമിൽ ആരെയൊക്കെ ഏതൊക്കെ പൊസിഷനുകളിൽ ഇറക്കുമെന്നതും ഏറെ ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് സിതാംശു കൊടാക്കാണ് ഇക്കാര്യത്തിൽ സൂചനകളുമായി രംഗത്ത് വരുന്നത്. സഞ്ജു ഇതുവരെ 5-6 നമ്പറുകളിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്നാണ് കൊടാക്ക് പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് സഞ്ജു ഈ പൊസിഷനുകളിൽ ഇറങ്ങുന്നതിൽ സന്തുഷ്ടനാണെന്ന് അറിയിച്ചത്. എന്നാൽ ടീം മാനേജ്മെന്റ് അവസാന 11 ആരൊക്കെയാണെന്നും ഏതൊക്കെ പൊസിഷനുകളിൽ കളിക്കുമെന്നതിലും വ്യക്തത വരുത്തിയിട്ടില്ല. അർഷ്ദീപിന്റെ സാധ്യതയെക്കുറിച്ചും കൊടാക്ക് നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പ്ലേയിങ് 11 എന്നത് വിക്കറ്റിനെ ആശ്രയിച്ച് മാത്രമാണ് തീരുമാനിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. വ്യക്തിപരമായ ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഇതിലില്ല. 15 അംഗ ടീമിലെ എല്ലാവരും കളിക്കാൻ കരുത്തരാണ്. കോച്ചും ക്യാപ്റ്റനും എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും തീരുമാനം എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാക് മത്സരത്തിലെ പ്രതീക്ഷകളെക്കുറിച്ചും അദ്ദേഹം പ്രതീക്ഷ പങ്കിടുന്നു. ഞങ്ങളിവിടെ കളിക്കാനെത്തിയതാണ്. ഓപ്പണിംഗ് ഒഴിച്ചു ബാക്കി എല്ലാ കളിക്കാരും തരം പോലെ കളിക്കാൻ കഴിവുള്ളവരാണ്. അവർ എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കും. ശിവം ദുബെ 4 ഓവർ വരെ എറിയാൻ അറിയാവുന്നയാളാണ്. ഒന്നിലേറെ ഫിനിഷർമാരും ടീമിലുണ്ട്. ശിവം, ഹാർദിക്, അക്സർ എന്നിവർ ഏതു തരത്തിലുള്ള ആക്രമണത്തിനും തയ്യാറാണ്. കളി തീർക്കാൻ 4 ഫിനിഷർമാരുള്ളത് ടീമിന് മികച്ച സാധ്യതയാണ്. UAEക്കെതിരായ ആധികാരികമായ 9 വിക്കറ്റ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം. മധ്യനിരയിൽ സഞ്ജുവിന്റെ റോളിനെക്കുറിച്ച് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. പാകിസ്ഥാനെതിരായ പരീക്ഷണം ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു നാഴികക്കല്ലുകൂടിയാകുമെന്നാണ് കരുതുന്നത്.